ഹലോ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഇനി മുതൽ വീഡിയോ 2 മണിക്കാട്ടോ. വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ആദ്യം തന്നെ നമ്മളെ സ്ഥിരം കലാപരിപാടി ചിക്കൻ മാരിനേഷൻ. അതിന് വേണ്ടിയിട്ട് 2 മുട്ടൻ്റെ വെള്ളം ഇടുക, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ദിവസവും ചിക്കൻ്റെ റെസിപ്പിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ചിക്കൻ ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. മീനൊക്കെ ഇപ്പോൾ കുറച്ച് കുറവല്ലേ മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ കുറേ സമയം വെച്ചാലും കുഴപ്പമില്ല. അരമണിക്കൂർ മതി കേട്ടോ. അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് കടായിലേക്ക് അരമണിക്കൂർ കഴിഞ്ഞ് ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഫാദറിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. കുറേ സമയം മാരിനേറ്റ് ചെയ്താൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമ്മളിപ്പോൾ രാത്രിത്തേക്ക് ഉണ്ടാക്കാനുള്ള കറിയാണെങ്കിൽ ഒരു വൈകുന്നേരം ഒരു 5 മണിക്കെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ച് രാത്രി ഒരു 7 മണിക്കൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ചിക്കൻ നല്ല സോഫ്റ്റും ആവും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാദേഴ്സ് കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അനുഭവം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെയാണോ, അല്ലെങ്കിൽ ഫുൾ നല്ല നീറ്റായിട്ട് കുക്ക് ചെയ്യുമോ, എന്താണ് അവസ്ഥ? 2-3 പേര് പണ്ട് മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ ഫാദറിൻ്റെ റെസിപ്പിയാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ അത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇത് മാറ്റി വെച്ചിട്ട് ഈ സെയിം എണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ ഉള്ളി വാട്ടുന്നത്. അപ്പോൾ പല നാട്ടിലും പല ഫ്ലേവേഴ്സുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത ആൾക്കാരായിരിക്കും. അങ്ങനെയായിരിക്കും നമുക്ക് ഓരോ റെസിപ്പീസ് കിട്ടുക. അങ്ങനെ വീണ് കിട്ടിയൊരു റെസിപ്പി ആട്ടോ ഇത്. നമ്മൾ ബാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ ചില്ലി സ്ട്രീറ്റ് ഫുഡാണ്. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി ഞാൻ കോരി മാറ്റി വെച്ചു. ആ ഫ്രൈ ചെയ്ത് വെച്ച സെയിം ഓയിലിലേക്ക് തന്നെ ഞാനൊരു 6 ഉള്ളി, ഞാൻ 1 കിലോ ചിക്കൻ ആട്ടോ എടുത്തത്, 6 വെല്ലുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഈ വഴറ്റുന്ന കാര്യത്തിൽ ഒരു പിശുക്ക് കാണിക്കരുത് കേട്ടോ. നല്ല ബ്രൗൺ കളറായി വഴന്നതിന് ശേഷം ഒരു 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടിയിട്ട് അതും കൂടി വഴറ്റിയെടുക്കുക. ഈ ഉള്ളി കണ്ടോ, ഈ ഒരു കാരമലൈസ്ഡ് കളർ ആവണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇരുമ്പിൻ്റെ കടായി ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി. നിങ്ങൾ നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നതിന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ഇടുക. പിന്നെ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കില്ലേ, അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ഉപ്പ് ശ്രദ്ധിക്കണം, കാരണം ഈ സ്റ്റോക്കിൽ ഉപ്പുള്ളതുകൊണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒരു ഫ്ലേവറിനും കളറിനും വേണ്ടി മാത്രം. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ താരം എന്താണെന്ന് വെച്ചാൽ സോയാ സോസാണ്. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ, നോർമൽ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അതൊന്നൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്, വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ഗരം മസാലയും കൂടി പാറ്റി കഴിഞ്ഞാൽ നമ്മൾ സംഗതി റെഡി. ബാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാട്ടോ. ചിലവർക്ക് ചൈനീസ് ഡിഷസ് വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ സോസി ചില്ലി ചിക്കൻ ഇട്ടാക്കിയപ്പോഴാണ് ഫാദർ പറഞ്ഞത് അതിലും അടിപൊളി സാധനം ഉണ്ടെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിച്ചാൽ നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതേപോലത്തെ recipes na always follow my live stories.